ഡൽഹി ഭീകരാക്രമണത്തിലെ പാക് ബന്ധത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കസ്റ്റഡിയിലുള്ള ഭീകരരെ ചോദ്യം ചെയ്യുന്നതോടെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് NIA-യുടെ പ്രതീക്ഷ. ലഷ്കർ-ഇ-തോബയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഡോക്ടർ ഷഹീൻ സെയ്ദ് ഉൾപ്പെടെയുള്ളവരാണ് 10 ദിവസത്തെ NIA കസ്റ്റഡിയിലുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് അന്വേഷണം സംബന്ധിച്ചുള്ള ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ? കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ 4 പേരെ ചോദ്യം ചെയ്യുന്നതാണ്. ആദിൽ അഹമ്മദ്, അതുപോലെ തന്നെ ഷഹീൻ സയ്യിദ് അടങ്ങുന്ന 4 പേരെ ചോദ്യം ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതിൽ തന്നെ ഷഹീൻ സയ്യിദാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായക നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിനു മുൻപേ തന്നെ ഷഹീൻ സയ്യിദ് മറ്റു തരത്തിലുള്ള ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി, പ്രധാനപ്പെട്ട ആളുകളുമായി, ഭീകരരുമായും എല്ലാം തന്നെ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. അവരുമായി നേരിട്ട് ബന്ധമുള്ള ഏക വ്യക്തി ഷഹീൻ സയ്യിദാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സ്ഫോടനത്തെ മാത്രമല്ല, ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില അന്വേഷണ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാൺപൂർ കേന്ദ്രീകരിച്ച സ്ത്രീകളെ ഈ സംഘടനയുടെ സംവിധാനത്തിന്റെ ഭാഗമാക്കാനുള്ള ശ്രമം ഷഹീൻ സെയ്ദിന്റെ ഭാഗത്തു നിന്ന് നടന്നിരുന്നു. അത്തരത്തിൽ നിരവധി സ്ത്രീകളുമായി ഇത്തരത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയുള്ളത്. പക്ഷെ അവരാരൊക്കെയാണെന്ന് ഇതുവരെ അന്വേഷണ സംഘം അവിടേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഷഹീന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് കാൺപൂർ മാത്രമല്ല, അതിനടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ സ്ത്രീകളെ ഈ സംഘടനയിലേക്ക് ആകർഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഇവർ നടത്തിയിരുന്നു. അത്തരത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം പൂർണ്ണമായും ഈ ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന പണം കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത കുറവുണ്ട്. മാത്രമല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഭീകര സംഘടനകൾ അവരുമായിട്ടൊക്കെ തന്നെ ഇതിൽ പഠിച്ചിരുന്ന നിരവധി ആളുകൾക്ക് ബന്ധമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനു മുൻപ് ഈ സർവകലാശാലയിൽ മുൻപ് പഠിച്ചിരുന്നവരൊക്കെ തന്നെ ഈ ആക്രമണ പരമ്പരകൾക്ക് നേതൃത്വം നൽകിയ ചില നീക്കങ്ങളിലൊക്കെ തന്നെ പങ്കാളികളായിരുന്നു. അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യ തലസ്ഥാനമോ തന്ത്രപ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ചോ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഏതായാലും പാകിസ്ഥാന്റെ പങ്ക് കൂടി ഇക്കാര്യത്തിൽ പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പാക് അധീന കാശ്മീരിലെ ചില ആളുകൾ ഈ ആക്രമണത്തെ ന്യായീകരിച്ച് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത്. ഏതായാലും ലഷ്കർ-ഇ-തോയ്ബ, അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ അടക്കമുള്ള സംഘടനകളുമായോ, അതുപോലെ തന്നെ ജെയ്ഷ് ഇ മുഹമ്മദ് അടക്കമുള്ള സംഘടനകളുമായൊക്കെ തന്നെ ഇവർക്കുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തുകയാണ് പ്രധാനമായും അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഇവരെ ചോദ്യം ചെയ്തതോടെ ഇതിന് പിന്നിലുള്ള ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ഇനിയും ആളുകൾ ഇതിന് പിന്നിൽ അവശേഷിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടതുമായ